ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ വന്നത് സേമിയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കിഡിലൻ സ്വീറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ എന്നൊരു ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണ് വേണ്ടിയിട്ട് 2 പഴം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ നല്ല വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെടുത്താലും മതി. നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അതായത് നമ്മൾ പഴുക്കാനായിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലുള്ള പഴമില്ലേ, അങ്ങനത്തെ എടുക്കാതെ നല്ല പഴുത്തതോ അല്ലെങ്കിൽ പഴുത്ത് തുടങ്ങിയതോ എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല സെൻറ്റർ കയറി പിന്നെയും നടൊന്ന് വരിഞ്ഞിട്ട് കൊടുത്ത്, അതായത് ഒരു പഴം നമുക്ക് 4 ഇതുപോലെ അരിയുമ്പോൾ 4 പീസ് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിതാ 2 പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിന് വേണ്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗീ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച് പഴമില്ലേ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ പഴം വാട്ടിയെടുക്കില്ലേ അതുപോലെ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അതായത് ഒരുപാടിട്ട് ഉടയ്ക്കണ്ട, ഒന്ന് ജസ്റ്റ് നമ്മൾ സാധാ വാട്ടിയെടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ഒരു മീഡിയത്തിൽ ഫ്ലെയിമിലിട്ടിട്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പഴമൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഒരുപാടാണ്ട് ഉടഞ്ഞു പോകാതെ ഇതുപോലെ വാട്ടിയെടുക്കുക. നമുക്ക് ആ സെയിം പാനൊക്കെ കുറച്ചുകൂടി ഗീ ഇട്ട് കൊടുക്കുക. ആ ഗീ മെൽറ്റായതിനു ശേഷം നമ്മളിവിടെ ഒരു കപ്പ് ഫുള്ളില്ല, ഒരു 1/4 കപ്പോളം സേമിയ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കില്ല അതേപോലെ തന്നെ വറുത്തെടുക്കാം. ഒരുപാട് കരിയിക്കണ്ട കേട്ടോ, ഒന്ന് വറുത്തെടുത്താൽ മതി. അതും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ സേമിയ ഇതാ വറുത്ത് വരുന്നുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് കാണിക്കാത്ത, നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ്, കാരണം സേമിയ വറുക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ വറുക്കുന്നത് കാണിക്കാറ്. അപ്പോൾ നമ്മൾ സേമിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് എന്നിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഈ സേമിയ ഒന്ന് കട്ട കുത്തുമല്ലോ, ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത ഗ്ലാസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതാ 2ാമത്തെ ഗ്ലാസ്സും പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ആ സെയിം ഗ്ലാസ്സിന് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇളക്കി കൊടുക്കുക. ആ സേമിയൊന്ന് വെന്ത് കിട്ടുന്നവരെ നമ്മൾ അതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ സേമിയ കട്ട കുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. സേമിയ വേവുന്ന ഒരു നേരം മാത്രം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മധുരം ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത് ചൂടോടെയും കുടിക്കാം, അതുപോലെ തന്നെ ഇത് തണുപ്പിച്ചിട്ട് നമുക്കത് കുടിക്കാം കേട്ടോ. അപ്പോൾ നോമ്പ് സമയത്തൊന്നുമല്ല, ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും പഴം സേമിക്ക നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകും, പാലും. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇതൊരു ഡിഫറൻ്റ് ആയിട്ട് പഴം കൂടി ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു സ്വീറ്റാണ് കേട്ടത്. ഇപ്പോൾ ഇതാ നമ്മൾ ഇളക്കി കൂടെ നമ്മളെ സേമിയൊക്കെ ഇതാ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇതിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സേമിയൊക്കെ വെന്ത് വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഒരുപാട് അങ്ങോട്ട് ലൂസ് രീതിയിലല്ല നമുക്ക് കിട്ടേണ്ടത്, കുറച്ച് കുറുകിയ ടൈപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിതാ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വാട്ടി വെച്ച പഴമില്ലേ, ആ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് ഒരുപാട് തിക്കായിട്ടല്ല നമ്മൾ ഓഫ് ചെയ്യേണ്ടത്, കുറച്ച് ലൂസ് ഇരിക്കുന്ന രീതിയിൽ തന്നെ ഓഫ് ചെയ്യണം. കാരണം ഇത് നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോഴത്തേനും ഒന്ന് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഏലക്കയുടെ പൊടി ഇട്ടിട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ ഇട്ടിട്ട് തന്നെ നമ്മളിതൊക്കെ ചെയ്യുക. അത് ഹൈയിലിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കണ്ട് കുറുകി പോവും. ഇപ്പോൾ നമ്മളിതാ ഇളക്കി കൊടുത്തതാ ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളെ സേമിയൊക്കെ വെന്ത് മിൽക്ക് മെയ്ഡും പഴവും എല്ലാം കൂടി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് വെക്കണം. ഞാനിവിടെ നമ്മൾ സാധാ സേമിയത്തിൻ്റെ മുന്തിരില്ല, അതിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ പഴം ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. കാരണം ഈ ഒരു കുറുക്കത്തിൽ എടുത്താൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ടൈം കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇതുപോലെ ഇരിക്കുന്ന ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ആ പാനിൽ നിന്ന് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വറുത്ത് വെച്ച് പഴം ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരി നമ്മൾ വറുത്തെടുത്തിട്ടില്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചൂടോടെ കുടിക്കാം, പായസം കുടിക്കുന്ന പോലെ. അല്ലെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് ഇളം തണുപ്പിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അത് നിങ്ങളിഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ കുടിക്കാം, അല്ലെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴും 2 രീതിയിൽ നമ്മൾ കസ്റ്റാർഡൊക്കെ തണുപ്പിച്ച് കഴിക്കില്ല അതുപോലെ കഴിക്കാം കേട്ടോ.
രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാം. നല്ല സ്വീറ്റാണ്. ഇഫ്താർ ടൈമിൽ നിങ്ങൾ എല്ലാവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.